പാനൂരിനടുത്ത കീഴ്മാടത്തെ മുട്ടത്ത് തറവാട്ടിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. സ്വദേശത്തും വിദേശത്തുമുള്ള കുടുംബാംഗങ്ങൾ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. തലമുറകളുടെ സ്നേഹവും ഓർമ്മകളും പങ്കുവെച്ചുകൊണ്ടാണ് കുടുംബസംഗമം നടന്നത്. പന്നന്നൂർ ഫർഹാസ് യൂസഫ് ഹാജി ഉദ്ഘാടനം ചെയ്തു. കീഴ്മാടം പ്രദേശത്ത് 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മുട്ടത്ത് ആമിനാന്റെയും തൂലേൽ മുഹമ്മദ് സീദിയുടെയും 11 മക്കളിൽ നിന്നുള്ള ഒരു കുടുംബമാണ് മുട്ടത്തക്കൂട്ടം എന്നറിയപ്പെടുന്ന മുട്ടത്ത് തറവാട് അംഗങ്ങൾ. ഇപ്പോൾ ആ കുടുംബം സമീപ പ്രദേശങ്ങളായ പെരിങ്ങത്തൂർ, പുല്ലൂക്കര, അണിയാരം, പന്നന്നൂർ, പാനൂർ, ചൊക്ലി, റാമത്തി, ചമ്പാട്, തലശ്ശേരി, പാറാട്, മുക്കാളി, കാക്കയങ്ങാട് പ്രദേശങ്ങൾ കൂടാതെ കണ്ണൂർ ജില്ലയിലെ ഇതര ഭാഗങ്ങളിലേക്കും കോഴിക്കോട് ജില്ലയിൽ അടക്കം വ്യാപിച്ചു കിടക്കുന്ന 3000-ഓളം അംഗങ്ങളുള്ള ഒരു കുടുംബ പരമ്പരയാണ്. ഭൂസ്വത്തുക്കളുടെ ഉടമയായിരുന്നു. മക്കൾക്ക് അനന്തരാവകാശമായി കിട്ടിയ പ്രകാരം ആമിനാന്റെ 11 മക്കളിലെ 6ാമത്തെ മകനായ എന്റെ വലിയപ്പ മുട്ടത്ത് മൊയ്തീന് തന്നെ ഞാൻ താമസിച്ചിരുന്ന കച്ചേരിമുട്ടയിലെ പറമ്പത്ത് ഓഹരിയായി 3/4 ഏക്കറായും പൊട്ടന്റെ അവിടെ 40 സെന്റ് സ്ഥലവും ഉണ്ടായിരുന്നതിൽ നിന്നും ഊഹിക്കാം ആമിനയും മുഹമ്മദ് സീദിയും കീഴ്മാടത്ത് ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്ന ധനാഢ്യർ ആയിരുന്നു എന്ന വസ്തുത. മുട്ടത്ത് റഷീദ് ഹാജി അധ്യക്ഷനായി. മുട്ടത്ത് ഹമീദ് ഹാജി സ്വാഗതം പറഞ്ഞു. 100 വയസ്സ് പൂർത്തിയാക്കിയ മുട്ടത്ത് ഖദീജ ഹജ്ജുമ്മയെ ചടങ്ങിൽ ആദരിച്ചു. പി കെ പ്രവീൺ MLA, പാനൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ KV റമല ടീച്ചർ എന്നിവർ ആദര സമർപ്പണം നടത്തി. ലൈവ് ഉസ്മാൻ പാനൂർ, അബ്ദുള്ള ഹാജി കുന്നിയൽ, KP മൂസ, സഫ്രീന മുട്ടത്ത്, ബഷീർ VTK, ബഷീർ ഹാജി ആലിൻ്റെവിട എന്നിവർ ആശംസകൾ നേർന്നു. കുട്ടികൾക്കായുള്ള വിവിധ മത്സരങ്ങളും കലാപരിപാടികളും ഗാനാലാപനവും കുടുംബസംഗമത്തിന് മാറ്റുകൂട്ടി. നിരവധി കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന കുടുംബസംഗമം തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹക്കൂട്ടായ്മയായി. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കീഴ്മാടം പ്രദേശത്ത് ജീവിച്ച മുട്ടത്ത് ആമിനയുടെയും തൂലേൽ മുഹമ്മദ് സീദിയുടെയും 11 മക്കളിൽ 5ാമത്തെ മകളായ മുട്ടത്ത് റാബിയയുടെ കുടുംബശാഖയിലെ അംഗങ്ങളാണ് സംഗമത്തിൽ ഒത്തുചേർന്നത്. ഞായറാഴ്ച ഉച്ച മുതൽ വൈകിട്ട് വരെ മുട്ടത്ത് തറവാട്ടിലെ തിരുമുറ്റത്തായിരുന്നു കുടുംബസംഗമം. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും പഴയ തലമുറകളുടെ ഓർമ്മകളും പുതുതലമുറയ്ക്ക് പകർന്നു നൽകിയ വേദിയായി കുടുംബസംഗമം മാറി. മനസ്സിൽ